നമുക്ക് ഇന്നൊരു കിഡിലൻ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിൽ എന്നും ചോറ് വെക്കില്ലേ? ആ ചോറ് മാത്രം മതി ഇതുപോലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനായിട്ട്. ബാച്ചിലേഴ്സിനും പിന്നെ അടുക്കള കയറാനായിട്ട് നല്ല മടിയുള്ള ആൾക്കാർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ഈ പൊട്ടറ്റോ റൈസ്. സംഭവം വളരെ സിമ്പിൾ ആണ്. വിനയ് ഫോർട്ട് പറഞ്ഞ പോലെ ജാവ ഇസ് സിമ്പിൾ. പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കും അത് അത്രയ്ക്ക് സിമ്പിൾ അല്ലെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായി. നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് അങ്ങോട്ട് തെന്നി മാറുന്നുണ്ടല്ലേ. ആദ്യമേ ഞാൻ പറഞ്ഞ മടിയുടെ കാര്യം അതെന്റെ കൂടപ്പുറപ്പാ പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കേണ്ട പാടുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ആവി കയറ്റി അങ്ങ് വേവിച്ചു. അതാകുമ്പോൾ ഫ്രൈ ചെയ്യൽ കുറച്ച് എളുപ്പമാകുമല്ലോ എന്ന് ഓർത്ത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി, വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ആദ്യമേ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാൻ 2 വിസിൽ അടുപ്പിച്ചു, അതുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് പോയി. അതങ്ങോട്ട് ആയി വരുന്ന സമയത്ത് സവാള, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണം. അതെല്ലാം ഒരു ധാരണയിൽ എത്തുമ്പോഴേക്കും ഫ്രിഡ്ജിൽ പോയി 2 മുട്ടയോ 3 മുട്ടയോ 4 മുട്ടയൊക്കെ എടുത്തിട്ട് വരിക. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളിവിടെ എഗ് റൈസ് അല്ല ഉണ്ടാക്കുന്നത്, പൊട്ടറ്റോ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പൊട്ടറ്റോ ആയിരിക്കണം കൂടുതൽ. അങ്ങനെ മുട്ടയൊക്കെ നല്ല രീതിയിൽ ചിക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒന്നുകൂടെ ചിക്കി എടുക്കണം. അതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും അതിലേക്ക് ചേർക്കണം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇട്ടാൽ അടിപൊളിയായിരിക്കും. കിഴങ്ങ് ഇട്ടതിന് ശേഷം അധിക നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. തൊട്ട് പുറകിന് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചോറ് എത്രയാണോ അത്രയും തന്നെ ഇട്ടേക്കാം. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറുണ്ടായിരുന്നു. ഈ കിഴങ്ങ് ഇട്ടതിന് ശേഷം അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി ഫ്രൈ ചെയ്തു. അതിനു മുമ്പ് നമ്മൾ വേവിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിനെ വേവിച്ച് കുളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോ. അപ്പൊ പിന്നെ എങ്ങനെയാ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.